വെള്ളാങ്കല്ലൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവം. യുവതിയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. കൊലപ്പെടുത്തിയത് വിറക് കഷ്ണം ഉപയോഗിച്ച്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തീരത്തിന് വറുതിയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനംവകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. തർക്കത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങൾ. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത 6-ാം കല്ലിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും തുക സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കാനും ഭരണസമിതി തീരുമാനം. വാർത്തകളിലേക്ക് വിശദമായി. കരൂപ്പടന്ന നെടുംകാണത്ത് ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. തൃശൂർ വെള്ളാങ്ങല്ലൂർ കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലയാണ് ഭർത്തൃവീട്ടിൽ ചൊവ്വാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് റംല എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച ഫസീലയുടെ പിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ് ഫസീല. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാകാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതിയുടെ വാട്സാപ്പ് ചാറ്റ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല. 17 മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. മുളയം കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. മുളയം സ്വദേശി മൂത്തേടത്ത് സുന്ദരനെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി വിജനമായ പറമ്പിൽ ഉപേക്ഷിച്ചത്. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ പ്രതി സുമേഷിനെ പുത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം നടന്നതിന്റെ തലേദിവസം വീട്ടിലെത്തിയ പ്രതി കൊല്ലപ്പെട്ട സുന്ദരൻ നായരുടെ ഭാര്യയും മറ്റും പിറ്റേന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതുവരെ കാത്തുനിന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പോയ ശേഷം വീണ്ടും സുന്ദരൻ നായരുടെ കഴുത്തിലെ മാല ചോദിച്ച് സുമേഷ് വഴക്കുണ്ടാക്കി. തർക്കം രൂക്ഷമായതോടെ അടുക്കളയിലുണ്ടായിരുന്ന വിറക് കഷ്ണം എടുത്ത് തലയിലടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് സുന്ദരൻ നായർ ധരിച്ചിരുന്ന മുണ്ടഴിച്ച് മൃതദേഹത്തിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ചാക്കിലാക്കി സമീപത്തെ വിജനമായ പറമ്പിൽ കൊണ്ടിടുകയായിരുന്നെന്ന് പ്രതി മൊഴി നൽകി. സുന്ദരൻ നായരുടെ മാല പണയം വെച്ച് പ്രതി 80,000 രൂപ തരപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ ACP സുധീരൻ, SHOമാരായ KC ബൈജു, സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് തെളിവെടുപ്പ് നടന്നത്. തീരത്തിന് വറുതിയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കുന്നതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സ്യബന്ധന മേഖല വീണ്ടും സജീവമാകും. മത്സ്യക്ഷാമം ഭീഷണിയായ അറബിക്കടലിൽ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ തീരത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉടലെടുത്തിരുന്നു. നിരോധന കാലയളവ് കഴിയുന്നതോടെ തൊഴിലാളികൾക്ക് ആശ്വാസമാകും. അഴീക്കോട് മുനമ്പം മേഖലയിൽ നിന്നും 1000-ഓളം ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. നിരോധന കാലം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തീരത്ത് തകൃതിയായി നടക്കുകയാണ്. അകമലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്തെ നിരീക്ഷണ ക്യാമറകൾ വനംവകുപ്പ് പരിശോധിച്ചു. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകൾ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ 2 ദിവസവും ക്യാമറയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. അകമല വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ പറമ്പിലാണ് 2 ദിവസം മുൻപ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടില്ലെന്ന് വകുപ്പ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് വിനോദ് പറഞ്ഞു. ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ സ്തംഭനം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൂർണ്ണതോതിൽ കൗൺസിൽ യോഗം നടക്കാറില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ്.
നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത്. അജണ്ടകൾ മാറ്റിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോകുകയാണ്. റിവിഷൻ ഫണ്ടിലുള്ള വിവേചനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട്. അപ്പൊ ആ വിഷയം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടും ബഹളോ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് ആ വിഷയം ഉണ്ടായി. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ വീണ്ടും കൂടുന്നത്. ഈ 14 ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ അവർക്ക് ഭരണപക്ഷത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. മേലാവർത്തിക്കില്ലെന്നാണ് അടുത്ത തവണ വരുമ്പോൾ തരാമെന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നു ഇന്നലെ കൗൺസിൽ തുടങ്ങണ്ട. 2 ആഴ്ച മുൻപ് നഗരസഭാ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ്. പ്രതിഷേധമാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് കരുതുന്ന BJPയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ LDFും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസിന് ഏക കൗൺസിലറായതിനാൽ ഗാലറിയിലിരുന്ന് കളി കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആടി സെയിലാ പോണ്ടേ? നമ്മള് പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വീണ്ടും വാർത്തകളിലേക്ക്. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെങ്ങാലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അജിത്ത് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അജിത്തിനെ പുറത്തെത്തിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. പാലിയൂർ കിക്കിരിമുട്ടം നഗറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച അപകടം. വിവാഹ ആഘോഷത്തിന് പോവുകയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലിയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെ മതിലുകൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആളപായമില്ല. ചിങ്ങനാത്ത് അബ്ദുൾ അസീസ്, മാലിക്കുളം ഖാദർ ഷെരീഫ് എന്നിവരുടെ മതിലുകളാണ് തകർന്നത്. മണ്ണുത്തി ദേശീയപാത 6-ാം കല്ലിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. മുളയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി മേലക്കുള വീട്ടിൽ 49 വയസ്സുള്ള ഷാജികുമാറാണ് മരിച്ചത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയി. മണ്ണുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ, ടെമ്പോ, പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അമിത വേഗതയിലെത്തിയ കാർ മുൻപിൽ പോയിരുന്ന ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ മുൻപിലുണ്ടായിരുന്ന പിക്കപ്പിൽ വന്നിടിച്ചു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ കാർ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാനും ക്ഷീരസംഘം ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു. പ്രസിഡന്റ് PC അബാൽമണിയാണ് ഇക്കാര്യം അറിയിച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. സൊസൈറ്റിയിൽ പാലളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു.
ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ പതാക കൈമാറി. ഫാദർ ലാസർ കുറ്റിക്കാടൻ, സിസ്റ്റർ ധന്യ, ഫാദർ ലിജോ മഞ്ഞപ്രക്കാരൻ, ഡേവിസ് ഊക്കൻ, ഡേവിസ് തുളുവത്ത്, ആന്റണി തൊമ്മാന തുടങ്ങിയവർ സംസാരിച്ചു. തഴച്ചു വളരുന്ന മതഭീകരതയ്ക്കെതിരെ രാഷ്ട്രീയ മുതലെടുപ്പിനായി വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് 12,25,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മച്ചിങ്ങാത്തൊടിയിൽ മുഹമ്മദ് ഫസലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വയനാട്ടിൽ നിന്നും പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI അശ്വിൻ റോയ്, ASI വഹാബ് തുടങ്ങിയവർ പ്രതി അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പുതുക്കാട് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച 4 പേർ അറസ്റ്റിൽ. കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ അമരീഷ്, വെണ്ടൂർ കാട്ട്ല വീട്ടിൽ നിർമ്മൽ, പാറയ്ക്ക വീട്ടിൽ സോവിൻ, കല്ലൂർ അന്തിക്കാട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് SI വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ എന്നിവരെയാണ് പ്രതികളെ ആക്രമിച്ചത്. തുടർന്ന് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. മണലൂർ നിയോജകമണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള പട്ടയമേള വാടാനപ്പള്ളിയിൽ നടന്നു. പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, KK ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PM അഹമ്മദ്, ബെന്നി ആന്റണി, AV വല്ലഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടയം കൈമാറുന്നത് ടോക്കൺ വാങ്ങിയ 586 ക്രയ സർട്ടിഫിക്കറ്റുകൾ ലാൻഡ് ട്രിബ്യൂണലിലൂടെ വിതരണം ചെയ്ത മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 87 പുതിയ പട്ടയങ്ങൾ കൂടി ഔപചാരികമായി വിതരണം ചെയ്യുന്ന വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്രശ്നം എത്രയോ കാലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 500-ലേറെ വർഷങ്ങളായി, തലമുറകളായി കഴിഞ്ഞു പോകുന്നത്. നിരവധി കേസുകളിലെ പ്രതിയെ 2ാം തവണയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അഞ്ചേരിച്ചിറ സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജേഷിനെയാണ് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കരുതൽ തടങ്കലിലാക്കിയത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, വാഹനമോഷണം, കവർച്ച തുടങ്ങി 10ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിജേഷ്. ചേർപ്പ് തായംകുളങ്ങര മഹാത്മാ ഗ്രൗണ്ടിൽ യുവാക്കളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഏറ്റുമുട്ടിയ സംഭവത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2 കേസുകളിലായി 6 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ 17 വയസ്സുള്ള 3 കുട്ടികളും പിടിയിലായി. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചേർപ്പ് വലിയജേനം സ്വദേശി തെക്കേമഠത്തിൽ ഷിമലിനെ ആക്രമിച്ചതിനാണ് 1 കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ചേർപ്പ് സ്വദേശികളായ ഇജാസ്, മഹീന്ദ്രനാഥ്, ഷിനാസ് എന്നിവർ അറസ്റ്റിലായി. തിരുവള്ളക്കാവ് സ്വദേശി ചുള്ളിക്കാട്ടിൽ വാസുദേവനെ ആക്രമിച്ചുവെന്ന പരാതിയിലും ചേർപ്പ് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വലിയചേനം സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, സാരംഗ്, ബിജൻ കൃഷ്ണ എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം കോട്ടിലാക്കൽ പറമ്പിൽ നിന്നും കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രം കിഴക്കേ നടയിലെ ആൽത്തറയിൽ എത്തിച്ചിരുന്നു. പിന്നീട് നെൽക്കറ്റകൾ കിഴക്കേ നടയിലെ പടിയിലെത്തിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി നെൽക്കറ്റകൾ നാദസ്വരത്തിന്റെ അകമ്പടിയോടെ തലച്ചുമടായി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂജകൾക്ക് ശേഷം ക്ഷേത്ര ചുറ്റമ്പലത്തിലെ വിവിധ സ്ഥലങ്ങളിലും കൂത്തമ്പലത്തിലും കോട്ടിലാക്കൽ പറമ്പിലെ ദേവസ്വം ഓഫീസിലും നെൽക്കതിരുകൾ സ്ഥാപിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ബസ് യാത്രക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് തിരക്കഥാകൃത്ത് PS റഫീഖിന്റെ സങ്കട ഹർജി. തൃശൂരിലെ കോളേജിൽ പഠിക്കുന്ന തന്റെ മകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ യാത്രാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് റഫീഖ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് തുറന്ന കത്തെഴുതിയത്. പല സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നൽകാൻ തയ്യാറാകുന്നില്ലെന്നും കൺസെഷന്റെ പേരിൽ ബസ് ജീവനക്കാരിൽ ചിലർ കുട്ടികളോട് അപമര്യാദയെ പെരുമാറുന്നുവെന്നും PS റഫീഖ് കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് കത്ത് അവസാനിക്കുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഉൾപ്പെടെ യാത്രക്കാരായ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് PS റഫീഖ് തന്റെ കത്തിലൂടെ വിവരിക്കുന്നത്.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കാടുകുറ്റി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും MLAക്കെതിരെ LDF നടത്തുന്ന കുപ്രചരണങ്ങളിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാടുകുറ്റി മണ്ഡലം പ്രസിഡന്റ് തോമസ് കണ്ണത്ത് അധ്യക്ഷനായി. നേതാക്കളായ ജോബി മാനുവൽ, ജോസ് മാളിയേക്കൽ, മോളി തോമസ്, ലീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളോർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ഭരതന്റെ ഓർമ്മദിനത്തിൽ ഭരതന്റെയും KPC ലളിതയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ഭരതം ലളിതം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ PN സുരേന്ദ്രൻ, ജയരാജ്, ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി, ലൈബ്രറി സെക്രട്ടറി G സത്യൻ, മാരാത്ത് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധ സേവയും ആനയൂട്ടും വെള്ളിയാഴ്ച നടക്കും. വ്യാഴാഴ്ച വൈകുന്നേരം അഷ്ടവൈദ്യൻ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഔഷധക്കൂട്ട് വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. ഔഷധസേവാ ദിനത്തിൽ കാലത്ത് മഹാധന്വന്തരി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഔഷധസേവ, ആനയൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് ചോറ്റാനിക്കര സുഭാഷ് നാരായണൻ മാരാട് പരമാവണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസാദവൂട്ടും ഓഗസ്റ്റ് 15 നടക്കും. ക്ഷേത്രസമിതിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് PK സുനിൽ, സെക്രട്ടറി TR സജീവ്, ട്രഷറർ മാധവ് മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയായില്ല. 11 kV ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണ്. ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന, നായാട്ടുകുണ്ട മലയോര ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നുപോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏത് സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നത് മൂലം ചൊക്കന തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായി ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KSEB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായിട്ടില്ല. മരം വീണ കമ്പികൾ പൊട്ടുന്നതുപോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന, കാരിക്കടവ്, ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. 5 ദിവസം നീണ്ടുനിൽക്കുന്ന അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന് കലാമണ്ഡലത്തിൽ തുടക്കമായി. നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, ഡോക്ടർ KG പൗലോസ്, ഡോക്ടർ MB നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടിയാട്ട മഹോത്സവം ശനിയാഴ്ച സമാപിക്കും.
to make not only this festival but make Kalamandalam grow and grow. He had come to my performance. He surprised me by asking, just by seeing my dance, the question that he asked was, are you incorporating the products of your research on the 4th chapter of Natya Shastra and performing? I was stunned. I asked him, how did you know? He said he had learned Kudiyattam from Mani Madhavacharya. He had done Gurukula Vasam here, and later he became the ambassador. VKN രചനകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ചാലിശ്ശേരി കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിന് സമ്മാനിച്ചു. VKN സുഹൃത്തും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമായിരുന്ന പരേതനായ EM അബ്ദുൾ മനാഫിന് VKN സമ്മാനിച്ച ചിത്രങ്ങളാണ് മനാഫിന്റെ കുടുംബാംഗങ്ങൾ സ്കൂളിന് നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ, ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, തൃത്താല AEO പ്രസാദ്, പ്രധാന അധ്യാപകൻ ബാബു നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് ചെറുപ്പം മുതലേ എനിക്ക് ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റിയതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോയ കാലഘട്ടത്തിൽ മണികണ്ഠേട്ടനും ഞാനും അടക്കമുള്ള കലാകാരന്മാർ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്ക് ആരാണ് നമ്പൂതിരിയെന്നും അതുപോലെ ചിത്രകല എന്താണെന്നും. ഗുരുവായൂരിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് വീട്ടുവളപ്പിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തല്ലിത്തകർത്തതായി പരാതി. ചൊവ്വല്ലൂർപടി പുഴങ്ങര ഇല്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി തല്ലിത്തകർത്തത്. പ്രവാസിയായ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമയാണ് അയൽവാസിയായ ഷിഹാബുദ്ദിനെതിരെ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് പുറകിലെത്തി ഭീഷണി മുഴക്കി ചുറ്റിക ഉപയോഗിച്ച് ക്യാമറ തല്ലിത്തകർത്തെന്നാണ് പരാതി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രവാസി അസോസിയേഷൻ രൂപീകരിച്ച പാപ്പിനിവട്ടം ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി ഫെസ്റ്റ് മതിലകം പുന്നക്ക ബസാറിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ET ടൈസൺ MLA ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KR സഗീർ, ഷാനവാസ് പെരുന്തറ, RH സഗീർ, റഹ്മത്ത് കാദിക്കോട്, ഷിബു തൃപ്പേക്കുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാപിതാക്കളുടെ മരണത്തോടെ നിരാലംബരായ സഹോദരങ്ങൾക്ക് വീടൊരുക്കുന്നതിനായി കടവല്ലൂർ പഞ്ചായത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമായി. സർക്കാരിൽ നിന്നും അനുവദിച്ച 6 ലക്ഷം രൂപ 700 സ്ക്വയർ ഫീറ്റ് വീടിന് അപര്യാപ്തമാകുമെന്നതിനാൽ ബാക്കി തുക കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. നിർമ്മാണത്തിനായി കുടുംബശ്രീയെ ചുമതലപ്പെടുത്തും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ബ്ലോക്ക് CDPO K ജയശ്രീ, പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന സമിതി അംഗം ടോണി റാഫേൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ ചിരിയങ്കണ്ടത്ത്, തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം ലോറൻസ് മങ്കര, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആ യുവാവിനെയും കൊണ്ടുചെന്നപ്പോൾ അവരെ തട്ടിക്കൊണ്ട് പറഞ്ഞത്, മിണ്ടാതിരുന്നോളാം, മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ മുഖമടിച്ചു പൊളിക്കും. എവിടെയാ പറയുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പോയിരുന്ന് അനേകം ക്രിമിനൽ കേസും ഒരു പിടികിട്ടാപ്പിള്ളിയുമായ ജ്യോതി ശർമ്മ ആക്രോശിക്കുന്ന ഒരു രംഗം നമ്മൾ വീഡിയോ നമ്മുടെ ചാനലുകളിലൂടെ കാണുകയുണ്ടായി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കിയ സംഭവം. യുവതിയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം കൂട്ടാളിയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. കൊലപ്പെടുത്തിയത് വിറക് കഷ്ണം ഉപയോഗിച്ച്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തീരത്തിന് വറുതിയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനംവകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല.
ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. തർക്കത്തെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങൾ. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത 6-ാം കല്ലിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട് സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും തുക സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കാനും ഭരണസമിതി തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.